ഓം നമശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂലൈ മാസം 28-ാം തീയതി ഞായറാഴ്ച ദിവസം 1799 കർക്കിടക മാസം 13-ാം തീയതി ഇന്ത്യൻ തീയതി ശ്രാവണ മാസം 6-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:17 അസ്തമയം വൈകുന്നേരം 6:41 നാളത്തെ തിഥി അഷ്ടമി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:01 അശ്വതി നക്ഷത്രം അവസാനിക്കുന്ന സമയം ഞായറാഴ്ച 11:49 അശ്വതി നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 11:49. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അശ്വതി നക്ഷത്ര ജാതകരാണ്. അപ്പോൾ അശ്വതി നക്ഷത്രം ഞായറാഴ്ച കൃത്യം ഉച്ചവരെ ഇല്ല, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണിയാണല്ലോ. അപ്പോൾ 12 മണി വരെ ഇല്ല. 11:49 കൊണ്ട് അശ്വതി നക്ഷത്രം അവസാനിക്കും. 11:49 മുതൽ ഞായറാഴ്ച പകൽ പിന്നീടുള്ള സമയങ്ങളിൽ ഭരണി നക്ഷത്രമാണ് വന്നു ചേരുക. അപ്പോൾ ഭരണി നക്ഷത്രം ഞായറാഴ്ച ഉച്ചയ്ക്ക് 11:49 ആരംഭിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 11:49 അശ്വതി നക്ഷത്രം അവസാനിക്കുന്നു, ഭരണി നക്ഷത്രം ഉദിക്കുന്നു. അപ്പോൾ ഒരു ദിവസം 2 നക്ഷത്രമാണ് വരുന്നത്. ഭരണി നക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച രാവിലെ 10:56. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ 10:56 വരെയും ഭരണി നക്ഷത്രമുണ്ട്. തിങ്കളാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം ഭരണി നക്ഷത്രമാണ് എങ്കിലും 10:56 കൊണ്ട് ഭരണി നക്ഷത്രം അവസാനിക്കും. പിന്നീട് കാർത്തിക നക്ഷത്രമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസത്തേന് ഇങ്ങനെയൊക്കെ ഒരു ദിവസം 2 നക്ഷത്രങ്ങൾ വീതം വന്നു ചേരും. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാളത്തെ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. പക്ഷെങ്കിൽ അശ്വതി നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:01 അവസാനിക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ്, കൃത്യം നട്ടുച്ചയ്ക്ക് മുമ്പ് 11:49 അവസാനിക്കുന്നത്. 11:49 മുതൽ അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രം ഉദിച്ചു വരുന്നു. ഭരണി നക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച രാവിലെ 10:56. അപ്പോൾ ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെ ജനിക്കുന്ന കുട്ടികൾ അശ്വതി നക്ഷത്ര ജാതകരും ഭരണി നക്ഷത്ര ജാതകരുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ അശ്വതി നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം കൊടുത്താണ് പറയുന്നത്. അപ്പോൾ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. അപ്പോൾ ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒന്ന് പറഞ്ഞു തരാം. അശ്വതി നക്ഷത്രത്തിലെ ദേവത അശ്വിനി ദേവകളാണ്. അതുപോലെ തന്നെ മൃഗം കുതിരയാണ്, ഭൂതം ഭൂമിയാണ്, പക്ഷി പുള്ളാണ്, വൃക്ഷം കാഞ്ഞിരമാണ്. ഈ നക്ഷത്ര ജാതകരുടെ ജനനം കേതുദശയിലാണ്. എപ്പോൾ എല്ലാ അശ്വതി നക്ഷത്ര ജാതകരുടെയും ജനനം കേതുദശയിലാണെന്ന് അറിഞ്ഞുകൊള്ളുക. കേതുദശാകാലം കഴിഞ്ഞാൽ പിന്നെ ശുക്രദശാകാലമാണ്. ശുക്രദശാകാലം കഴിഞ്ഞാൽ പിന്നെ സൂര്യദശാകാലം, ചന്ദ്രദശാകാലം, കുജദശാകാലം അല്ലെങ്കിൽ ചൊവ്വയുടെ ദശാകാലം, രാഹുദശാകാലം, വ്യാഴദശാകാലം, ശനിദശാകാലം, ബുധദശാകാലം, അങ്ങനെ ദശാകാലം അവസാനിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ക്രമീകരണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അശ്വതി നക്ഷത്രം ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് 11:49 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. 11:49 മുതൽ ഭരണി നക്ഷത്രമാണ് ഉദിച്ചു വരിക. അപ്പോൾ അത് ഭരണി നക്ഷത്രത്തെക്കുറിച്ച് നാളത്തെ അധ്യായത്തിലാണ് ഭരണി നക്ഷത്രം എന്നുള്ള തലക്കെട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എങ്കിലും ഭരണി നക്ഷത്രം തിങ്കളാഴ്ച കുറച്ച് നേരമേ ഉള്ളൂ. 10 മണി, അതായത് 10 മണി ഞായറാഴ്ച ഈ നക്ഷത്രം ഉച്ചയ്ക്ക് 11:49 ആരംഭിച്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 10:56, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള 10:56 അവസാനിക്കും. അപ്പോൾ പിന്നെ തിങ്കളാഴ്ച രാവിലെ 10:56 കഴിഞ്ഞാൽ പിന്നെ കാർത്തിക നക്ഷത്രമാണ് വരിക. അപ്പോൾ ഭരണി നക്ഷത്രം എന്ന് പറഞ്ഞാലും ഭരണി നക്ഷത്രവും മേടക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. മേടക്കൂറിൽപ്പെട്ട മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ദേവത യമനാണ്. അതുപോലെ തന്നെ മൃഗം ആനയാണ്, ഭൂതം ഭൂമിയാണ്, പക്ഷി പുള്ളാണ്, വൃക്ഷം നെല്ലിയാണ്. ഇവരുടെ ജനനം ശുക്രദശയിലാണ്. അപ്പോൾ ശുക്രദശയിലാണ് ഭരണി നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ
നാളെ 2 നക്ഷത്രം ഒരു ദിവസം പങ്കിടുന്നു. നാളത്തെ ഞായറാഴ്ച ദിവസം 2 നക്ഷത്രം പകൽ പങ്കിടുകയാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നാളെ ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 11 മണി, ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 11 മണി 49 മിനിറ്റ് വരെ അശ്വതി നക്ഷത്രപ്രകാരമുള്ള അനുഭവമായിരിക്കും വന്നു ചേരുക. അപ്പോൾ അശ്വതി നക്ഷത്രപ്രകാരമുള്ള അനുഭവമായിരിക്കും വന്നു ചേരുക. അപ്പോൾ അത് ആർക്കൊക്കെ വന്നു ചേരുന്നു എന്നുള്ളത് ചിന്തിക്കാം. അശ്വതി നക്ഷത്രപ്രകാരം ആർക്കൊക്കെയാണ് നല്ല അനുഭവങ്ങൾ എന്ന് ചേരുന്നത് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നത് അവിട്ടം, പൂരുട്ടാതി, രേവതി, മൂലം, പൂരാടം, ആയില്യം, മകം ഇത്രയും നാളുകാർക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള 11 മണി 49 മിനിറ്റ് വരെയുള്ള സമയം വരെയും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി 1 മിനിറ്റ് മുതൽ നക്ഷത്രം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം മുതൽ ഈ ഞായറാഴ്ച 11 മണി 49 മിനിറ്റ് വരെയും, ഉച്ചയ്ക്ക് മുമ്പുള്ള നട്ടുച്ചയ്ക്ക് മുമ്പുള്ള 11 മണി 49 മിനിറ്റ് വരെയും അവിട്ടം, പൂരുട്ടാതി, രേവതി, മൂലം, പൂരാടം, ആയില്യം, മകം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ, ഈ സമയം എന്ന് പറയുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി 1 മിനിറ്റ് മുതൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള 11 മണി 49 മിനിറ്റ് വരെയുള്ള സമയത്ത് അശ്വതി നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ഉത്രട്ടാതി, ചതയം, തിരുവോണം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ തിരുവോണം നാളുകാർ ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് മുമ്പുള്ള 11 മണി 49 മിനിറ്റ് വരെ സൂക്ഷിക്കുക. അപ്പോൾ ആ സമയം വരെയും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. ചതിയിലാകപ്പെടുവാനോ അല്ലെങ്കിൽ പ്രതികൂലമായ അനുഭവങ്ങൾ അതിൽ നിന്ന് വന്നു ചേരുവാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള 11 മണി 49 മിനിറ്റ് മുതൽ തിങ്കളാഴ്ച രാവിലെ 10 മണി 56 മിനിറ്റ് വരെ ഭരണി നക്ഷത്രപ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നത് അശ്വതി, ഉത്രട്ടാതി, ചതയം, മകം, പൂരം, പൂരാടം, ഉത്രാടം ഇത്രയും നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അശ്വതി, ഉത്രട്ടാതി, ചതയം, മകം, പൂരം, പൂരാടം, ഉത്രാടം ഇത്രയും നാളുകാർക്ക് ഭരണി നക്ഷത്രപ്രകാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പുള്ള 11 മണി 49 മിനിറ്റ് മുതൽ തിങ്കളാഴ്ച ദിവസം രാവിലെ 10 മണി 56 മിനിറ്റ് വരെയുള്ള സമയം അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ഭരണി നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത്, അതായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 11 മണി 49 മിനിറ്റ് മുതൽ തിങ്കളാഴ്ച രാവിലെ 10 മണി 56 മിനിറ്റ് വരെയുള്ള സമയം ഭരണി നക്ഷത്ര സമയമാണ്. ആ സമയപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് അത്തം, രേവതി, അതുപോലെ തന്നെ പൂരുട്ടാതി, അവിട്ടം ഇത്രയും നാളുകാർക്ക്, ഈ 4 നാളുകാർക്കാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക. ഞായറാഴ്ച ഉച്ചയ്ക്ക് 11 മണി 49 മിനിറ്റ് മുതൽ തിങ്കളാഴ്ച രാവിലെ 10 മണി 56 മിനിറ്റ് വരെയുള്ള ഭരണി നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് അത്തം, രേവതി, പൂരുട്ടാതി, അവിട്ടം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ നാളുകാർ വളരെ ശ്രദ്ധയോടുകൂടി വേണം. ഞായറാഴ്ച ഉച്ചയോടെ അടുത്ത 11 മണി 49 മിനിറ്റ് മുതൽ തിങ്കളാഴ്ച ദിവസം രാവിലെ 10 മണി 56 മിനിറ്റ് വരെയുള്ള സമയം വരെയും വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ഓരോ കാര്യങ്ങളും ഏർപ്പെടുവാൻ എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത്. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ ഭരണി നക്ഷത്ര സമയമാണ്. ഭരണി നക്ഷത്രം ഈ അത്തം, അതുപോലെ തന്നെ രേവതി, പൂരുട്ടാതി, അവിട്ടം ഈ നാളുകാർക്ക് പ്രതികൂലമാണ് എന്നാണ് ജ്യോതിഷം പറയുന്നത്. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നു. ഇനി നമുക്ക് ഈ അധ്യായത്തിൽ ചിന്തിക്കാനുള്ള വിഷയം, നാളെ തിങ്കളാഴ്ച ദിവസമാണ്. പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം. തിങ്കളാഴ്ച ദിവസം രാവിലെ 6 മണി 17 മിനിറ്റ് മുതൽ 9 മണി 17 മിനിറ്റ് വരെ ശുഭസമയമാണ്. പിന്നീട് 10 മണി 47 മിനിറ്റ് മുതൽ 3 മണി 17 മിനിറ്റ് വരെ ശുഭസമയമാണ്. 10 മണി 47 മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി 17 മിനിറ്റ് വരെ ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത്. ഇനി ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം ജ്യോതിഷമാണ്, സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 28ആണ്. അതിന് ഒറ്റ സംഖ്യ ആക്കണം. ആദ്യം 2 + 8 = 10, 10 വീണ്ടും 10, 1 + 0 = 1. അങ്ങനെ ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചോടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ 1 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണ്. കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ വന്നു ചേരുവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളുണ്ടോ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ അക്ഷരങ്ങളുള്ളവർ മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ
എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടി ധരിച്ചാൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഈ കാര്യം ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഒരു വാക്ക് പറയട്ടെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവരുമായിട്ട് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത്. അത് പ്രിയപ്പെട്ടവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർക്ക് ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്. ആ സ്ക്രീനിൽ മെസ്സേജ് അയയ്ക്കുക. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ ജ്യോതിഷത്തിൽ കൂടി കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം വരെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ആളാണെങ്കിലും കൂടുതൽ തകർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ വലിയൊരു പരാജയത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പേ ഒരുപക്ഷെ നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ജ്യോതിഷത്തിൽ കൂടി പറഞ്ഞു തരാം. വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും A to Z വരെയുള്ള കാര്യങ്ങൾ ജ്യോതിഷത്തിൽ കൂടി പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരാം. മക്കൾ ഉണ്ടാകാത്തതിൻ്റെ കാരണം, വിവാഹം നടക്കാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഈ നാളിതുവരെ ഒരു വീട്, വസ്തു, വാഹനമൊന്നും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത കാരണം, ഇനി നിങ്ങളുടെ ഗ്രഹനില തയ്യാറാക്കണമെങ്കിൽ ഗ്രഹനില തയ്യാറാക്കി തരാം, ജാതകം എഴുതണമെങ്കിൽ ജാതകം എഴുതി തരാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്. സ്ക്രീനിൽ നോക്കി വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ളൊരു ദിവസമാണ്. ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക. അത് കൂടുതലായിട്ടും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, പിതാവുമായിട്ടുള്ള ശത്രുത, സ്ത്രീകൾ മുഖേന ശത്രുത ഉണ്ടായി ആ ഒരു വിഷയത്തിൽ ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാവുന്നൊരു സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവിന് അത് മുഖേന മാനസികവും ശാരീരികവുമായ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരും. അത് കുടുംബത്തെയും കുടുംബജീവിതത്തെയും ഒക്കെ ബാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവമായിരിക്കും നാളത്തെ ദിവസം ഏറ്റവും കൂടുതലായിട്ട് വന്നു ചേരുക. മാതാവിൻ്റെ സ്ഥിതി ഞായറാഴ്ച ഉച്ചവരെ, അല്ലെങ്കിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 11:49 വരെയുള്ള സമയം അല്പം ക്ഷീണത്തിലും പ്രയാസങ്ങളിലൂടെ കൂടെ കടന്നു പോയെന്ന് വെച്ചാലും, ക്ഷീണവും പ്രയാസവുമായിട്ട് മാതാവ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 11:49 വരെ കഴിഞ്ഞാലും അതിനുശേഷം മാതാവിൻ്റെ ശാരീരികവും മാനസികവുമായ സ്ഥിതി മെച്ചപ്പെട്ട് മാതാവ് നല്ല നിലയിലാകും. മാതാവ് മുഖേന ഇവർക്ക് സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാനും സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെ ഉള്ള അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയെങ്കിലും ഇവർക്ക് ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം കൂടുതലായിട്ടും വന്നു ചേരുക. പ്രത്യേകിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ വിഷയങ്ങളിൽ പിതാവുമായിട്ടുള്ള ശത്രുതയാണ് വന്നു ചേരാൻ സാധ്യതയുള്ളത്. ഒരുപക്ഷെ അത് മാതാവുമായിട്ട് ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ശത്രുതകൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രധാനമായിട്ടും എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പിതാവ് മുഖേനയുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ ഇവർക്ക് ഭാര്യയുടെ ഭർത്താവിൻ്റെയോ വീട്ടിൽ ഒരുപക്ഷെ ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഭാര്യയുടെ ഭർത്താവിൻ്റെയോ കുടുംബം മുഖേന ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാം. അതെങ്ങനെയാണ് വന്നു ചേരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 7ാം ഭാവം എന്ന് പറയുന്നതാണ് വിവാഹഭാവം. 7ൻ്റെ 2 അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബം. ആ കുടുംബത്തിൻ്റെ നാഥൻ അല്ലെങ്കിൽ ആ രാശിയുടെ നാഥൻ വ്യാഴമാണ്. വ്യാഴം ഇവർക്ക് ജന്മഭാവത്തിൽ നിൽക്കുന്നു. ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു. പക്ഷെങ്കിൽ ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാരകഗ്രഹമായ ശുക്രൻ കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കർക്കിടകൻ രാശിയിൽ ഈ ശുക്രൻ നിൽക്കുന്നത് ഇവർക്ക് നല്ലതല്ല. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകും. കർക്കിടകൻ രാശിയിൽ ഈ ശുക്രൻ നിൽക്കുന്നു, 3ാം ഭാവത്തിൽ നിൽക്കുന്നത് ഈ നാളുകാരെ സംബന്ധിച്ച് അത്ര നല്ലതല്ല. അവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ സൂര്യനാണ് നിൽക്കുന്നത്. സൂര്യനെ പിതാവായിട്ട് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇവരുടെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ വീട്ടിലെ പിതാവ് ഇവർക്ക് ശത്രുവാകും, ശത്രുതയുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അവിടെ ജ്യോതിഷപരമായിട്ടുള്ളൊരു വ്യാഖ്യാനം വന്നു ചേരുന്നത്. അപ്രകാരമുള്ള അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുന്ന സമയമാണ്. മാത്രമല്ല
ഇവരുടെ 7-ാം ഭാവാധിപനും 8-ാം ഭാവാധിപനും, അങ്ങനെ ചിന്തിച്ചാൽ ഇവരുടെ 7-ാം ഭാവാധിപനും 8-ാം ഭാവാധിപനും കൂടെ ഇവരുടെ ജന്മഭാവത്തിലും കൂടെ നിൽക്കുന്നു. അങ്ങനെ ഒരു സമയം കൂടിയാണ്. 7-ാം ഭാവാധിപനായ കുജനും അഷ്ടമത്തിൻ്റെ അധിപനായ വ്യാഴവും കൂടി ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു. അതും നല്ലതല്ല. 7-ാം ഭാവം എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ജീവിത ഭാവമാണ്, വിവാഹഭാവമാണ്. അതിൻ്റെ അധിപൻ ആ ക്ഷേത്രത്തിൻ്റെ അധിപൻ കുജൻ അഷ്ടമാധിപനോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അതും ദോഷമാണ്. അപ്പോൾ ഇവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നു ചേരുവാനുള്ള സാധ്യത എന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളുക. അത് ഭർത്താവിൻ്റെയോ ഭാര്യയുടെ വീട്ടുകാരും മുഖേനയുള്ള ശത്രുതകളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് പിതാവ് മുഖേനയാണ്, മാതാവ് മുഖേനയല്ല, പിതാവ് മുഖേനയാണ് ഈ ശത്രുതകൾ വന്നു ചേരുന്നത്. സ്ത്രീകൾ മുഖേനയും ശത്രുതകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ത്രീകൾക്കും ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ശത്രുതഞ്ഞ അനുഭവങ്ങളൊക്കെയാണ് അവർക്ക് വന്നു ചേരുക. അവരുടെ പിതാവ് മുഖേനയുള്ള ശത്രുതകൾ, പിതാവ് കുടുംബത്തിൽ ധനം കൊണ്ടു തരും, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിയാലും പിതാവ് ശത്രുത ചെയ്യുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പിതാവിന് ശത്രുത വന്നു ചേരുന്നു. പിതാവ് ഏതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവിടെ സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ പിതാവിന് വന്നു ചേർന്നു. പിതാവ് കുടുംബത്തിൽ ശത്രുതയുണ്ടാക്കി ശത്രുത നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകും. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും ഉണ്ടാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ഈ നാളുകാർക്കും ശത്രു നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടി ആയിരിക്കും കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ശത്രു നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയാണ് അവർ കടന്നു പോവുക. നാളത്തെ ദിവസം അവർ ടെൻഷൻ അടിക്കുന്നൊരു ദിവസമാണ്. കാരണം സാമ്പത്തികമായ വിഷയം, കുടുംബപരമായ വിഷയം, അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ അവർ ടെൻഷൻ അടിക്കുന്നൊരു ദിവസമാണ്. പകുതി സന്തോഷവും പകുതി ക്ലേശവും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. പകുതി സുഖമാണെങ്കിൽ പകുതി ദുഃഖം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് നാളത്തെ ദിവസം കർക്കിടക കടന്നു പോവുക. കാരണം അവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്നുള്ള സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. അതുപോലെ തന്നെ നേട്ടമാകേണ്ട പല കാര്യങ്ങളിലും നഷ്ടമായി പോയിട്ട് അത് മുഖേന ഇവർ ടെൻഷൻ അടിക്കുന്നു, ധനനഷ്ടമുണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നാളത്തെ ദിവസം കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർ ടെൻഷൻ അടിക്കേണ്ട സാധ്യത നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ ദാമ്പത്യ ജീവിത പ്രതിസന്ധി നിലനിൽക്കുന്നത് കൊണ്ട് ഭാര്യയുമായിട്ടോ ഭർത്താവുമായിട്ടോ ഉള്ള വിഷയങ്ങളിൽ വീട്, വസ്തു, വാഹനം, ഭൂമി, കടബാധ്യത, ലോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ വന്ന് ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം പിതാവ് മുഖേന ധനനഷ്ടത്തിന് സാധ്യതയുള്ള ദിവസമാണ്. പിതാവ് മുഖേന ധനനഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ കുടുംബസുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമൊക്കെ ഉണ്ട്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് വന്നാലും പോലും അവർക്ക് നാളത്തെ ദിവസം പിതാവ് മുഖേന ധനനഷ്ടത്തിന് സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അവിടെ പിതാവിന് ശത്രുത വന്നു ചേർന്നു. പിതാവിന് സഹോദരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ള സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ മൂലം പിതാവിന് ധനനഷ്ടം വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അത് അവരുടെ ജീവിതത്തെ ഒരു സ്വസ്ഥതയില്ലാത്ത അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിച്ചാൽ അവർക്കും നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. പാതി ദുഃഖം പാതി സന്തോഷം. അവരവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ചില കാര്യങ്ങളിൽ അവർക്ക് നേട്ടമുണ്ട്, ചില കാര്യങ്ങളിൽ അവർക്ക് വലിയ പരാജയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. പ്രത്യേകിച്ച് കുടുംബസുഖം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ധനപരമായ നേട്ടമുണ്ടോ ഉണ്ട്. പക്ഷെങ്കിൽ ഈ നേട്ടമൊക്കെ എവിടെ പോകുന്നു? നേട്ടമെല്ലാം ശത്രുതയിൽ കൂടി നഷ്ടമായി പോകുന്നു. അപ്പോൾ അതാണ് 12-ാം ഭാവാധിപനും 2-ാം ഭാവാധിപനും ഒരുമിച്ച് നിൽക്കുകയാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 2-ാം ഭാവാധിപനാണ് തുലാം രാശിയുടെ അധിപനായ ശുക്രൻ. ശുക്രൻ ആരോടുകൂടിയാണ് നിൽക്കുന്നത്? 12-ാം ഭാവാധിപൻ. അപ്പം വന്നു ചേരുന്ന പണവും വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളുമെല്ലാം നഷ്ടമായി പോകുന്നൊരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ ഇവർ ദുഃഖിതരായിത്തീരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അങ്ങനെ മാനസികമായി ടെൻഷൻ അടിക്കുന്നൊരു ദിവസമാണ്. എന്നാൽ പണമുണ്ടോ? ഉണ്ട്. സ്വസ്ഥതയുണ്ടോ? ഉണ്ട്. എന്നാൽ സ്വസ്ഥതയില്ലേ? ഇല്ല.
അപ്പോൾ അങ്ങനെ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ 3/4 നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്കും ശത്രു അടഞ്ഞ അനുഭവങ്ങളാണ് നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് മേലധികാരികൾ മുഖേനുള്ള ശത്രുതകൾ അവർക്ക് വന്നു ചേരാം. പിതാവ് മുഖേനുള്ള ശത്രുതകൾ വന്നു ചേരാം നാളത്തെ ദിവസം. അതുപോലെ തന്നെ വിദേശ രാജ്യത്തുള്ളവർക്കൊക്കെ വിദേശത്ത് നിന്ന് ധാരാളം നേട്ടങ്ങൾ വന്നു ചേരേണ്ട ഒരു സമയം പക്ഷെങ്കിൽ അത് ശത്രുത മൂലം അതെല്ലാം നഷ്ടപ്പെടുന്നൊരു സമയമാണ്. അവർക്ക് പലർക്കും വിദേശ രാജ്യങ്ങളിലുള്ളവർക്ക് നാട്ടിലേക്കൊന്ന് പോരുവാൻ പോലും പറ്റാതെ കിടന്ന് വിഷമിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളിൽ കൂടി ശത്രു അടഞ്ഞ അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം കടന്നു പോകുന്നു. പ്രത്യേകിച്ച് തുലാക്കൂറുകാരെ സംബന്ധിച്ചോളം ദാമ്പത്യ ജീവിത സുഖക്കുറവ്, ഭാര്യയ്ക്ക് ഭർത്താവിന് രോഗം വരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളിൽ കൂടിയാണ് തുലാക്കൂറുകാർ കടന്നു പോകുക. എല്ലാവർക്കും ഇത് ഒരുപക്ഷെ അനുഭവത്തിൽ വന്നു ചേരണമെന്നില്ല. ദശാകാലത്തിൻ്റെ മേന്മ കൊണ്ട് ചിലപ്പോൾ ഇതൊന്നും അനുഭവിക്കാത്തവരുമുണ്ട്. പക്ഷെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും തുലാക്കൂറുകാരെ സംബന്ധിച്ചോളം വളരെ മോശമായൊരു സമയമാണ്. അവർക്ക് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നു. അതുകൂടാതെ അവർക്ക് ചൊവ്വായും അഷ്ടമത്തിൽ നിൽക്കുന്നു. ഈ ചൊവ്വ എന്ന് പറയുന്നത് അവരുടെ 7ാം ഭാവാധിപനാണ്. വ്യാഴം എന്ന് പറയുന്നത് അവരുടെ രോഗഭാവത്തെ അല്ലെങ്കിൽ കടബാധ്യതകളെ, പ്രശ്നങ്ങളെ കാണിക്കുന്ന 6ാം ഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം. ഈ വ്യാഴം 3ാം ഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ചതിവ് പറ്റാം. രോഗത്താൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം. അവർക്ക് ദാമ്പത്യ ജീവിത വിജയക്കുറവുണ്ടാകാം. പിതാവ് മുഖേനയുള്ള ശത്രുത ഉണ്ടാകാം. തൊഴിലിടങ്ങളിൽ ശത്രുത ഉണ്ടാകാം. മേലധികാരികൾ മുഖേനയുള്ള ശത്രുത ഉണ്ടാകാം. വിദേശ രാജ്യത്തിൽ നിന്ന് അവിടെയുള്ള ശത്രുത ഉണ്ടാകാം. അങ്ങനെ ശത്രുതയിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ്. മാനസികമായും ശാരീരികമായുള്ള ഭ്രാന്ത് പിടിക്കുന്നൊരു അനുഭവത്തിൽ കൂടിയായിരിക്കും തുലാക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരും ശത്രു അടഞ്ഞ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നത് ഭാഗ്യകരമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരേണ്ട ദിവസമാണ്. പക്ഷെങ്കിൽ അവർക്ക് രോഗത്താൽ അല്ലെങ്കിൽ മറ്റു വിഷയത്താൽ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് കഴിയേണ്ട ഒരു ദിവസമാണ് നാളത്തെ ദിവസം. പ്രത്യേകിച്ച് ശത്രു അടഞ്ഞ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുന്നു. പിതാവിന് ശത്രുത വന്നു ചേരുന്നു. പിതാവ് മുഖേനുള്ള ഭാഗ്യാനുഭവങ്ങൾ തടസ്സപ്പെട്ടു പോകുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിത വിഷയവുമായി ബന്ധപ്പെട്ട് പിതാവുമായിട്ട് ശത്രുതയുണ്ടായി പല ഭാഗ്യകരമായ അനുഭവങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത ഒരു സാഹചര്യമാണ് നാളെ ഈ നാളുകാർക്ക് വന്നു ചേരുക. പലർക്കും പ്രതികൂലമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 7ാം ഭാവത്തിൽ വ്യാഴം നിന്നാലും വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവങ്ങളിൽ ഈ ശുഭഗ്രഹങ്ങൾ ആരാണുള്ളത്? വ്യാഴത്തിൻ്റെ ഭാവത്തിൽ നിൽക്കുന്നത് ബുധനാണ്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ് വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത്. വ്യാഴം നിൽക്കുന്നത് ഇടവൻ രാശിയിലാണെങ്കിൽ ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം 4ാം ഭാവം കേന്ദ്രഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. പക്ഷെങ്കിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ചിങ്ങൻ രാശിയിൽ നിന്നാൽ ആർക്കും യാതൊരുവിധ നേട്ടവുമില്ല. അതാണ് ജ്യോതിഷം പറയുന്നത്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ചിങ്ങൻ രാശിയിൽ നിന്നാൽ അതൊരു പാപഗ്രഹമായി മാറുകയാണ്. പാപക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ പാപഗ്രഹമായി മാറി ഒരു ഫലവും കൊടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് അനുകൂലമായ ഒരു ഫലവും തരുന്നില്ല. മാത്രമല്ല വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ബുധൻ വ്യാഴത്തിൻ്റെ ശത്രുവാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല ഫലങ്ങൾ, ഈ ധനപരമായിട്ടുള്ള നേട്ടമൊന്നും ഈ ചിങ്ങക്കൂറുകാർക്കല്ല വൃശ്ചികക്കൂറുകാർക്കും വന്നു ചേരുന്നില്ല. അത് മുഖേന ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്കും ശത്രു അടഞ്ഞ അനുഭവങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപൻ സൂര്യനാണ്. സൂര്യൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ അവർക്ക് ഒരുപാട് കഷ്ടതകളെ, പ്രയാസങ്ങളെയും കൊടുക്കും. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളെ കൊടുക്കും. പിതാവ് മുഖേനയുള്ള ശത്രുതകളെ കൊടുക്കും. അങ്ങനെ ഒരുപാട് ശത്രു അടഞ്ഞ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാർ കടന്നു പോകുക. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, കാൽ നാളുകാർ കടന്നു പോകുക. ശത്രു അടഞ്ഞ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും. ഒരുപാട് വിഷയങ്ങളിൽ മേലധികാരികളിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. നാളെ ഇപ്പോൾ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പോലീസ് പിടിച്ച് പെറ്റി അടിച്ചെന്ന് തരാം. അല്ലെങ്കിൽ മറ്റു രീതിയിൽ മേലധികാരികൾ മുഖേന, അല്ല ഭരണാധികാരികൾ മുഖേനയുള്ള ശിക്ഷകൾ ലഭിക്കാം. അപ്പോൾ അങ്ങനെ തിക്താനുഭവങ്ങൾ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറുകാർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ്. മകരക്കൂറുകാർക്ക് നാളത്തെ ദിവസം 7ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകും. മാത്രമല്ല സൂര്യൻ്റെ ക്ഷേത്രമായ ചിങ്ങൻ രാശിയിൽ ബുധൻ നിൽക്കുന്നു. ഭാഗ്യാധിപനായ ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. ഇന്ന് ശനിയാഴ്ച ദിവസം ഒരുപക്ഷെ ഈ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം നാളുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തോ അനർത്ഥങ്ങളോ വന്നിരിക്കാം.
തീർച്ചയായിട്ടും വന്നു ചേർന്നിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോവുക. അവർക്കും നാളത്തെ ദിവസം അത്ര സ്വസ്ഥത നിറഞ്ഞ അല്ലെങ്കിൽ സന്തോഷമുള്ളൊരു ദിവസമല്ല. ഏതെങ്കിലും വിധത്തിൽ അവർ ഭാരപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഭാഗ്യക്കേടുകളും അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ്. അവർ കേട്ടതോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിന് സ്വസ്ഥത കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കും ശനിയാഴ്ച ദിവസം കടന്നു പോകുക. അതിൻ്റെ തിക്താനുഭവം അവർ ഞായറാഴ്ച അനുഭവിക്കും. അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടിയായിരിക്കും മകരക്കുറുകാരും കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവരുടെ അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നു. ഭാഗ്യാധിപനാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. ഭാഗ്യക്കേടുകൾ അവർക്ക് വന്നു ചേരും. ഈ ഭാഗ്യാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ സൂര്യൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. ദാമ്പത്യ ജീവിതം, ഭാര്യയും ഭർത്താവും തമ്മിൽ ആ ദാമ്പത്യ ജീവിത സുഖക്കുറവുണ്ടാകും. ഇപ്പോൾ ഭർത്താവിനോ ഭാര്യയ്ക്കോ എന്തെങ്കിലും ഒരു വയ്യാഴി വന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ദാമ്പത്യ ജീവിതത്തിലൊരു സുഖക്കുറവുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള അനുഭവം വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി കുംഭക്കൂറുകാരുടെ കാര്യം എടുക്കാം. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ബുധൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. അഷ്ടമത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ്. കന്നിക്കൂറിൻ്റെ അധിപൻ ബുധൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ശുഭനാണോ? അല്ല, പാപനാണ്. ആ ക്ഷേത്രത്തിൻ്റെ അധിപൻ എവിടെ നിൽക്കുന്നു? 6ാം ഭാവത്തിൽ. എങ്ങനെ നിൽക്കുന്നു? ശത്രുതയിൽ നിൽക്കുന്നു. സൂര്യനും ശുക്രനും ശത്രുഗ്രഹങ്ങളാണ്. ശത്രുതയിൽ നിൽക്കുന്നു. അപ്പോൾ ഇവർക്കും ശത്രുത വന്നു ചേരാം. ഒരുപക്ഷെ നാളെ ഈ നാളുകാർക്ക് ധനധാന്യ നേട്ടമുണ്ടാകാം. ധനധാന്യ നേട്ടം വന്നു ചേരുമെങ്കിലും ശത്രുത അനുഭവങ്ങളിൽ കൂടിയാണ് ഇവരും കടന്നു പോകുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകൾ ഇവർക്കും വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനധാന്യ നേട്ടം, തൊഴിൽ ഗുണമൊക്കെ ഉണ്ടായപ്പോലും അവരും ശത്രു അറിഞ്ഞ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികൾ, ഉത്രട്ടാതി, രേവതി നാളുകാർ ഏത് കാര്യത്തിൽ ഇടപെട്ടാലും നാളത്തെ ദിവസം തടസ്സമുണ്ടാകും. അവിടെയും ശത്രുത വന്നു ചേരും. ഒരുപക്ഷെ അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ പിതാവ് അവർക്ക് ശത്രുവായി മാറുകയാണ്. അവർക്ക് പിതാവ് ശത്രുവായി മാറുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് മാതാവ് മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാതാവ് മുഖേന കുടുംബത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും പിതാവ് നാളെ അവർക്ക് ശത്രുവായി മാറുന്നൊരു ദിവസമാണ്. അപ്പോൾ പിതാവിന് ശത്രുത വന്നു ചേരുന്നു. പിതാവിന് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുതകൾ പിതാവിന് വന്നു ചേരുന്നു. അതുപോലെ തന്നെ അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ശുക്രൻ സൂര്യനുമായിട്ട് ശത്രുതയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്കും ശത്രുതയാണ് വന്നു ചേരുക. അപ്പോൾ കുറേ നല്ല അനുഭവങ്ങൾ വന്നാലും ശത്രു അടഞ്ഞ അനുഭവങ്ങളിൽ കൂടിയാണ് നാളത്തെ ദിവസവും മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതികൾ, തുട്ടാതി, രേവതി നാളുകാർ കടന്നു പോകുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇപ്പോഴത്തെ ഗ്രഹനില വെച്ചുള്ള അനുഭവം എല്ലാ കുറുകാർക്കും ഇങ്ങനെയാണ്. കുറച്ച് നേട്ടവും കുറച്ച് തിക്താനുഭവങ്ങളുമായിട്ടാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോഴത്തെ ഗ്രഹനില അങ്ങനെയാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.